ധനഹാകാലം 3-ാം ഞായർ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ 19 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുക്കുന്നു. ധനഹ എന്നത് സാക്ഷ്യത്തിന്റെ കാലഘട്ടമാണ്. ധനഹാ കാലത്തിന്റെ ഈ 3-ാം വാരത്തിൽ ഓരോരോ കാലത്തും തനിക്ക് സാക്ഷ്യം നൽകിയ വ്യക്തികളെ തെരഞ്ഞെടുക്കുന്ന വായനകളാണ് നാം ധ്യാനിക്കുന്നത്. 1-ാം വായനയിൽ മോശയ്ക്ക് ശേഷം ഇസ്രായേൽക്കാരെ കാനാൻ നാട്ടിലേക്ക് നയിക്കാൻ ജോഷുവയെ തെരഞ്ഞെടുക്കുന്ന ഭാഗവും നിയമാവർത്തനം 31:1-8. 2-ാം വായനയിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനമായ ഇസ്രായേലിന്റെ സംരക്ഷണത്തെക്കുറിച്ചും യേശയ്യ 41:8-16. 3-ാം വായനയിൽ സഭയെ പീഡിപ്പിച്ചനായിരുന്നുവെങ്കിലും എപ്രകാരം പൗലോസ് യേശുവിന്റെ നീതിയാൽ തെരഞ്ഞെടുക്കപ്പെട്ടുവെന്നും നാം വായിക്കുന്നു. ഫിലിപ്പി 3:4-11. 4-ാം വായനയിൽ തന്റെ അനേകം ശിഷ്യന്മാരിൽ നിന്ന് 12 പേരെ തെരഞ്ഞെടുക്കുന്ന ഭാഗമാണ് നാം വായിക്കുന്നത്. മർക്കോസ് 3:13-19. തെരഞ്ഞെടുക്കപ്പെടുക എന്നത് നമുക്ക് ലഭിക്കുന്ന വലിയ ഒരു ദാനമാണ്, ഉത്തരവാദിത്തമാണ്. നീ ആരെന്നതല്ല തെരഞ്ഞെടുപ്പിന്റെ മാനദണ്ഡം. വിജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തെരഞ്ഞെടുത്തു. ശക്തന്മാരെ ലജ്ജിപ്പിക്കുവാൻ അശക്തന്മാരായവരെയും നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ ലോകദൃഷ്ട്യാ നിസ്സാരന്മാരെയും അവഗണിക്കപ്പെട്ടവരെയും ഇല്ലായ്മയെ തന്നെയും ദൈവം തെരഞ്ഞെടുത്തു. അതുകൊണ്ട് അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. 1 കൊരിന്തോസ് 1:18-31. ലോകത്തിന്റെ അതിർത്തികൾ വരെ ദൈവരാജ്യം പ്രഘോഷിക്കപ്പെടേണ്ട അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുക്കുമ്പോൾ അവരുടെ യോഗ്യത സമൂഹത്തിലെ അവഗണിക്കപ്പെട്ടവരും തിരസ്കൃതരുമായിരുന്നു എന്നതാണ്. ദൈവം കൂടെയുള്ളവനാണ്, ഏറ്റവും വലിയ ജ്ഞാനിയും ശക്തനും. തനിക്ക് ഇഷ്ടമുള്ളവരെ അവൻ അടുത്തേക്ക് വിളിച്ചു. ക്ഷണികമായ വികാരത്തള്ളലാൽ എടുത്ത ഒരു തിരഞ്ഞെടുപ്പല്ലായിരുന്നു അത്, മറിച്ച് മലമുകളിൽ പോയി ഏകാന്തതയിൽ ദൈവത്തോടൊപ്പം പ്രാർത്ഥിച്ചെടുത്ത പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു. ജീവിതത്തിലെ നിർണായക നിമിഷങ്ങളിലൊക്കെ യേശു ഇങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇത്തവണ താൻ തെരഞ്ഞെടുക്കുവാൻ ഉദ്ദേശിച്ച ആ വ്യക്തികളെ കൂടി മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നു എന്നതിനാൽ അതിന്റെ ഗൗരവവും പ്രാധാന്യവും വർദ്ധിക്കുന്നു. തന്നോടുകൂടെ ആയിരിക്കുന്നതിനും പ്രസംഗിക്കാൻ അയക്കുന്നതിനും പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതിനും വേണ്ടിയാണത്. യേശു ലോകത്തിലായിരുന്നെങ്കിലും അവന്റെ ഹൃദയം എപ്പോഴും പിതാവിനൊപ്പമായിരുന്നു. അവന്റെ വാക്കും ചെയ്തികളുമൊക്കെ പിതാവിന്റെ ഇംഗിതപ്രകാരമായിരുന്നു. അതുപോലെ അവന്റെ ശിഷ്യന്മാരും സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാതെ എല്ലാ കാര്യങ്ങളും ദൈവത്തോട് ആലോചന ചോദിക്കുന്നവരാകാനുള്ള പരിശീലനമാണ് ആദ്യപടിയായി ഇവിടെ നൽകപ്പെടുന്നത്. യേശുവിനെ കുറിച്ച് ധാരാളം അറിവുള്ളവരായതുകൊണ്ട് മാത്രം സുവിശേഷ പ്രഘോഷണം ഫലപ്രദമാകണമെന്നില്ല. അനുഭവമുള്ളവരും ആകണം. ദൈവാനുഭവം നമ്മുടെ സത്തയിൽ അരിഞ്ഞു ചേരുമ്പോഴാണ് അത് ശ്രോതാക്കളിൽ ആഴ്ന്നിറങ്ങുകയുള്ളൂ. കർത്താവേ കർത്താവേ എന്ന് എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നാലും, കവലകളിൽ ഘോരഘോരം പ്രസംഗിച്ചാലും, ദൈവനാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചാലും മത്തായി 7:21-22 ദൈവം പ്രസാദിക്കണമെന്നില്ല. യേശുവിനെ ഏറ്റവും നന്നായി തിരിച്ചറിഞ്ഞവർ പിശാചുക്കളായിരുന്നു. അവർ പലപ്പോഴും അത് ഏറ്റുപറയുന്നുമുണ്ട്. പക്ഷേ യേശു അവരോട് മിണ്ടാതിരിക്കാനാണ് പറയുന്നത്. കാരണം അറിവുണ്ടായിരുന്നുവെങ്കിലും അവർ യേശുവിനോടൊപ്പം ആയിരുന്നില്ല. ഹൃദയം ഏറെ അകലെയായിരുന്നു. അങ്ങനെയുള്ളവരെ പെട്ടെന്ന് കീഴ്പ്പെടുത്താനും സാത്താന് കഴിയും. കൂട്ടായ്മയിൽ നിന്ന് മാറി നടന്ന യൂദാസിൽ എത്ര എളുപ്പത്തിലാണ് സാത്താൻ പ്രവേശിച്ചത്. യേശു ഓരോ അത്ഭുതം പ്രവർത്തിക്കുമ്പോഴും നിരന്തരം കൊടുക്കുന്ന നിർദ്ദേശം ഇതാരോടും പറയരുത് എന്നായിരുന്നു. കാരണം അപ്പം ഭക്ഷിച്ചതുകൊണ്ടും അത്ഭുതം കണ്ടതുകൊണ്ടുമല്ല അവനിൽ വിശ്വസിക്കേണ്ടത്. അവനിൽ മറഞ്ഞിരിക്കുന്ന ദൈവിക സത്ത കണ്ടുകൊണ്ടാണ്. അതിൽ അടങ്ങിയിരിക്കുന്ന ദൈവസ്നേഹം ദർശിച്ചുകൊണ്ടാണ്. അതിന്റെ പരമകാഷ്ഠയാണ് അവൻ ഏറ്റെടുത്ത പീഡാസഹനവും കുരിശുമരണവും ഉദ്ധാനവും. പന്തക്കുസ്തായിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോഴാണ് അവൻ തെരഞ്ഞെടുത്തത് നിയോഗിച്ച അപ്പസ്തോലന്മാർ പോലും പൂർണ്ണമായി അവനെ ഗ്രഹിക്കുന്നത്. സഹായകൻ വരുമ്പോൾ സകല കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, അതുവരെ കാത്തിരിക്കുക എന്നത് തന്നെയാണ് ദൈവഹിതം. പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചപ്പോഴാണ് തങ്ങളുടെ നിയോഗം അവർ തിരിച്ചറിയുകയും അവർ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ യേശുവിനെ, പ്രത്യേകിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കുറിച്ച് സധൈര്യം അവർ പ്രഘോഷിക്കാൻ തുടങ്ങിയത്. അറിയപ്പെടുന്ന എല്ലാ ദേശത്തും യേശുവിന്റെ വാർത്ത അവർ എത്തിച്ചു. അലർന്ന സിംഹത്തെ പോലെ ഓടി നടന്ന് സാത്താൻ ദൈവരാജ്യത്തിനെതിരായി പ്രവർത്തിച്ചു. കർത്താവിനെയല്ല തങ്ങളെയാണ് പൂജിക്കേണ്ടതെന്നും ആരാധിക്കേണ്ടതുമെന്ന് വിജാതീയ രാജാക്കന്മാരിലൂടെ അവൻ ഗർജിച്ചു.
പക്ഷേ പരിശുദ്ധാത്മാവ് പ്രചോദരായവർ വിശ്വാസത്തിനു വേണ്ടി ജീവൻ ത്യജിച്ചു. രക്തസാക്ഷികളുടെ ചുടുനീളം വീണ് രൂപീകരിക്കപ്പെട്ടതാണ് ആദിമസഭ. യേശു ചങ്കു കുത്തി തുറന്ന് ഒഴുകിയ രക്തത്തിൽ നനച്ചു കിളിർത്തതാണ് സഭ. അതിനാൽ തനിക്കു വേണ്ടി ആദ്യ രക്തസാക്ഷികൾ ആകാനാണ് അപ്പസ്തോലന്മാർ തിരഞ്ഞെടുക്കപ്പെട്ടത്. 1 പത്രോസ് തല കീഴായി കുരിശിലേറ്റപ്പെട്ടു. 2 അന്ത്രയോസ് 10 ആകൃതിയിൽ കുരിശിലേറ്റപ്പെട്ടു. 3 മത്തായി വാൾ കൊണ്ട് കഴുത്തറുക്കപ്പെട്ടു. 4 യാക്കോബ് ശിരച്ഛേദം ചെയ്യപ്പെട്ടു. 5 പൗലോസ് ശിരച്ഛേദം ചെയ്യപ്പെട്ടു. 6 മർക്കോസ് കുതിരകളാൽ കെട്ടി വലിക്കപ്പെട്ടു മരിച്ചു. 7 ലൂക്ക കുരിശിലേറ്റപ്പെട്ടു. 8 സെബദി പുത്രനായ യാക്കോബ് ദേവാലയ ശിഖരത്തിൽ നിന്ന് 100 അടി താഴേക്ക് വലിച്ചെറിയപ്പെട്ടിട്ടും മരിക്കാത്തതിനാൽ ഗദ കൊണ്ടടിച്ചു കൊല്ലപ്പെട്ടു. 9 തോമസ് ഇന്ത്യയിൽ വെച്ച് കുന്തത്താൽ കുത്തി കൊല്ലപ്പെട്ടു. 10 ബർത്തലോമിയ ചാട്ടവാർ അടിയേറ്റ് മരിച്ചു. 11 യൂദ അമ്പെയ്ത് കൊല്ലപ്പെട്ടു. 12 മത്തിയാസ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ടു. 13 പീലിപ്പോസ്, 14 തീവ്രവാദിയായ ശിമിയോൻ എന്നിവർ രക്തസാക്ഷിത്വം വരിച്ചു. 15 യോഹന്നാൻ തിളച്ച തീയിലിട്ടിട്ടും മരിക്കാത്തതിനാൽ പത്മോസ് ദ്വീപിൽ ഏകാന്ത ജീവിതത്തിന് വിധിക്കപ്പെട്ട് പ്രായാധിക്യത്താൽ സ്വാഭാവിക മരണം വരിച്ചു. യേശുവിന്റെ ഓരോ തിരഞ്ഞെടുപ്പും ലോകമൂല്യങ്ങളിൽ നിന്ന് ഉയർന്നു പ്രവർത്തിക്കാനാണ് വിളിയാണ്. ആദ്യം ദരിദ്രർക്കു സുവിശേഷവും പിന്നീട് ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും അന്ധർക്ക് കാഴ്ചയും നൽകാനുള്ള ദൗത്യമാണ്. ലൂക്ക 4:18. ഭൗതിക സ്വാതന്ത്ര്യത്തെക്കാൾ ആത്മീയ സ്വാതന്ത്ര്യം പ്രാപ്തമാക്കി കൊടുക്കുകയാണ് മുഖ്യ ദൗത്യം എന്ന് ചുരുക്കം. കാരണം ശാരീരിക ദാരിദ്ര്യം അനുഭവിക്കുന്നതിന്റെ 10 മടങ്ങ് മനുഷ്യരാണ് ആത്മീയ ദാരിദ്ര്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സുവിശേഷ പ്രഘോഷണത്തിലൂടെ ആത്മീയ ദാരിദ്ര്യം നീക്കിക്കൊടുക്കുന്നതാണ് യേശു നമ്മെ ഭരമേൽപ്പിച്ച പ്രഥമ ദൗത്യം. സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം. റോമ 10:15. എന്നും സദ്വാർത്ത അറിയിക്കുന്ന സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും ചെയ്യുന്നവന്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ്. യെശയ്യാ 52:7 എന്നൊക്കെയുമുള്ള വചനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തരാക്കട്ടെ.